നമസ്കാരം. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷയിലെ ഫോർമുല മാറ്റത്തെ മന്ത്രിസഭയിലും ചിലർ എതിർത്തു. കഴിഞ്ഞ മാസം 30-ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചില മന്ത്രിമാർ സംശയമുയർത്തിയത്. പുതിയ മാറ്റം ഈ വർഷം വേണോ എന്നായിരുന്നു മന്ത്രിമാർ ചോദിച്ചത്. പൊതുതാൽപര്യത്തിന്റെ പേരിൽ ഒടുവിൽ തീരുമാനം നടപ്പാക്കിയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ എല്ലാം നേട്ടമായി മാറുമെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ വിശദീകരണം എല്ലാവരും അംഗീകരിച്ചു. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിജയമായി കീമിലെ മാറ്റം അവതരിപ്പിക്കാനായിരുന്നു ഇടതുനീക്കം. ഇതാണ് പൊളിഞ്ഞടങ്ങിയത്. ഇതിനൊപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എതിർപ്പിലുമായി. കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സംസ്ഥാന സർക്കാരിന് ഏറ്റത് വലിയ തിരിച്ചടിയായിരുന്നു. ഹന്ന ഫാത്തിമ എന്ന വിദ്യാർത്ഥി ഉൾപ്പെടെ CBSE സിലബസുകാരായ 3 വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അനുകൂല തീരുമാനമെടുത്തത്. യാഥാർത്ഥ്യം പരിഗണിക്കാതെ ഒരു വിഭാഗം കുട്ടികളെ തഴഞ്ഞ് ഏകപക്ഷീയമായാണ് സർക്കാർ നടപടിയെടുത്തതെന്നായിരുന്നു ആരോപണം. കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാനാണ് മാറ്റമെന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. കീം എഴുതുന്ന 99% പേരും മലയാളികളാണ്. അവർ കേരള സിലബസിലും CBSEയിലും ICSEയിലുമായി പഠിക്കുന്നു. CBSEയിലെയും ICSEയിലെയും സിലബസ് കൂടുതൽ കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരള സിലബസുകാർക്ക് +2-ന് മാർക്ക് കൂടുതൽ കിട്ടും. ഈ പ്രതികൂല സാഹചര്യത്തിൽ CBSEയിലും ICSEയിലും പഠിക്കുന്ന മലയാളികളായ മിടുക്കർക്ക് വേണ്ടിയാണ് വെയിറ്റേജ് സംവിധാനം കൊണ്ടുവന്നത്. ഇതാണ് ഒറ്റയടിക്ക് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. 2025 AICT അക്കാദമിക് കലണ്ടർ പ്രകാരം 2025 ഓഗസ്റ്റ് 14-നുള്ളിൽ BTech പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയും നിയമ നടപടിക്ക് ശ്രമിച്ചാൽ പ്രവേശനം താളം തെറ്റും. അപ്പീൽ പോകേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ CPM-മായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ ഉപദേശം നൽകിയിരുന്നു. എന്നാൽ സ്റ്റേ കിട്ടുമെന്ന നിലപാടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്. ഇതിനാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി കിട്ടിയത്. ഈ സാഹചര്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഇത്തവണത്തെ പരീക്ഷാ പ്രോസ്പെക്ടസിലെ നിർദ്ദേശത്തിന് വിരുദ്ധമായി വെയിറ്റേജ് മാറിയത് നിയമപരമല്ലെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി. ഇതൊരു ഗുരുതര സാങ്കേതിക നിയമ പ്രശ്നമാണ്. ഈ തിരിച്ചറിവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി അടക്കം വിലയിരുത്തുന്നുണ്ട്. 1980-കൾ വരെ കേരളത്തിൽ എൻട്രൻസ് ഉണ്ടായിരുന്നില്ല. അന്നത്തെ 12ാം ക്ലാസ്സിന് തുല്യമായ പരീക്ഷാഫലത്തിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം നടന്നു. മാർക്ക് ലിസ്റ്റ് തിരിമറി അടക്കം ചർച്ചയായതോടെയാണ് പ്രവേശന പരീക്ഷ വന്നത്. പ്രവേശന പരീക്ഷയിൽ മാത്രം കുട്ടികൾ ശ്രദ്ധിക്കുന്നുവെന്നും അതുകൊണ്ട് +2 പഠനത്തിന് പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നും പരാതിയെത്തി. ഈ സാഹചര്യത്തിലാണ് +2 ഫലം കൂടി എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പരിഗണിക്കുന്ന രീതി വന്നത്. ഇതിനായി കേരളം നടപ്പിലാക്കിയത് മികച്ച രീതിയാണ്. ഇതിനെയാണ് കേരള സിലബസിന് അനുകൂലമാകും വിധം പൊളിച്ചെഴുതാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണായുധമായി ഇത് മാറ്റുകയായിരുന്നു ലക്ഷ്യം. അതും പൊളിഞ്ഞു. മന്ത്രിസഭയിലെ ചിലർക്ക് തന്നെ പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്ടസിന് വിരുദ്ധമായി വെയിറ്റേജ് മാറ്റുന്നതിൽ എതിരഭിപ്രായമുണ്ടായിരുന്നു. പരീക്ഷാ പ്രോസ്പെക്ടസിലെ നിർദ്ദേശമനുസരിച്ചാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അങ്ങനെ പരീക്ഷ എഴുതുന്നവർ പലവിധ കണക്കൂട്ടലും നടത്തും. അതെല്ലാം പരീക്ഷ എഴുതിയ ശേഷം അട്ടിമറിച്ചുവെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. നിയമപരിജ്ഞാനമുള്ള ആർക്കും ഇതിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും മനസ്സിലാകും. നിയമവകുപ്പിന്റെ ഉപദേശം തേടാതെയാണ് വെയിറ്റേജ് മാറ്റാനുള്ള തീരുമാനം മന്ത്രിസഭയ്ക്ക് മുന്നിലേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ചതെന്നും സൂചനയുണ്ട്. മുൻ സമവാക്യ പ്രകാരം തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് CBSE വിദ്യാർത്ഥികളെക്കാൾ 15 മുതൽ 20 മാർക്ക് വരെ കുറയുന്നതായി പരാതിയുണ്ടായിരുന്നു. തുടർന്നാണ് മാർക്ക് കുറയാത്ത രീതിയിൽ പുതിയ സമവാക്യം കൊണ്ടുവന്നത്. എന്നാൽ ഹൈക്കോടതി ഇടപെടലോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലായി. ഇതിനി തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഇടതുപക്ഷത്തുണ്ട്. മതിയായ കൂടിയാലോചനകൾ ഈ വിഷയത്തിൽ നടന്നില്ലെന്ന അഭിപ്രായം ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾക്കുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി CPM-ന് തിരിച്ചടിയായിരുന്നു. എൻട്രൻസിലെ വെയിറ്റേജ് മാറ്റത്തിലൂടെ കേരളത്തെ ആകെ കൂടക്കൂട്ടാമെന്ന കണക്കൂട്ടലുമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നീങ്ങിയതെന്നും സൂചനയുണ്ട്. ഇതാണ് ഹൈക്കോടതി ഇടപെടലിൽ പൊളിഞ്ഞടങ്ങിയത്.